ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശുദ്ധ റമദാൻ നാളെ നമുക്കെല്ലാവർക്കും അനുകൂലമായി സാക്ഷി പറയുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിനോടുള്ള എല്ലാ ഹക്കുകളും പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ നിസാ, അതിലെ 41, 42 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തിട്ടുള്ളത്. ഈ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ആഖിറത്തിൻ്റെ ഖിയാമത്തിൻ്റെ വലിയ ഭയാനകതയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ആഖിറത്തിനെ പറ്റിയുള്ള ചിന്ത അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടു തരികയാണ്. ഈ ആയത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ കരയിപ്പിച്ച ആയത്താണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഅ അലയ്യ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഖുർആൻ ഓതാൻ ആവശ്യപ്പെട്ടു. ഫഖുൽതു യാ റസൂലല്ലാഹ് അഖ്റഉ അലൈക. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ അങ്ങേക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുകയോ? വഅലൈക ഉൻസിൽ, അങ്ങേക്കല്ലേ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്? ജിബ്രീൽ അങ്ങേക്കല്ലേ ഖുർആൻ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്? അങ്ങ് ഞങ്ങൾക്ക് കൽപ്പിച്ചതല്ലേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്? ഞാൻ ഓതി കേൾപ്പിക്കുകയോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ, അങ്ങ് ഓതി കേൾപ്പിക്കണം. ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി. ഞാനല്ലാത്തവർ ഈ ഖുർആൻ ഓതിയാൽ എങ്ങനെ ഇരിക്കും? ഞാനല്ലാത്തവരുടെ നാവിലൂടെ ഈ പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഒന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖറഅതു സൂറത്തുൽ നിസാ. അന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചത് സൂറത്തുൽ നിസാ ആണ്, സ്ത്രീകൾ എന്ന അധ്യായമാണ്. ആരംഭം മുതൽ ഞാൻ ഓതിക്കൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെവി കൊടുത്ത് കേട്ടുകൊണ്ടേയിരുന്നു. അതാണ് വേണ്ടത്. ഇദാ ഖുരിഅൽ ഖുർആനു ഫഅൻസിതു. ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും ഒരു ചർച്ചയും പാടില്ല. അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ് ഖുർആനിനോടുള്ള ഹക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഖുർആൻ മനുഷ്യന്റെ വാചകങ്ങളല്ല, മനുഷ്യന്റെ സംസാരമല്ല. എന്റെയും നിങ്ങളുടെയും ഉടമസ്ഥനായ, ഈ ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അല്ലാഹു, അവന്റെ നാവിലൂടെ അവൻ സംസാരിച്ച സംസാരമാണ്, കലാമാണ്. അതിനത്രമേൽ മഹത്വമുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. താല്പര്യമില്ലാത്ത ഇടങ്ങളിൽ ഖുർആൻ ഓതരുത് എന്ന് നിഷിദ്ധമുണ്ട്. പ്രത്യേകിച്ച് ഒരാൾ ഉറങ്ങിക്കിടക്കുകയാണ്, അയാളുടെ അരികിലിരുന്ന് ഖുർആൻ ഓതാൻ പാടില്ല. കാരണം ഒന്നാമത്തത്, അയാളത് കേൾക്കാൻ സാധ്യതയില്ല. രണ്ടാമത്തത്, അയാൾ ഉറക്കത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെവി കൊടുത്ത് കേട്ടു, നന്നായിട്ട് കേട്ടുകൊണ്ടേയിരുന്നു. അവസാനം ഫഇദൻ ഐനാഹു തദ്രിഫാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ. ഈ ആയത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹസ്ബക്കൽ ആൻ, മതി മതി, നിർത്തിയേക്കാൻ പറഞ്ഞു. ഇനി മുമ്പോട്ട് പാരായണം ചെയ്യണ്ട, സ്റ്റോപ്പ്.
ഇവിടെ നിർത്തിയേക്ക്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഫൽതഫത്തു ഇലൈഹി, അതുവരെ ഖുർആനിൽ മാത്രം ശ്രദ്ധിച്ച് ഓതിക്കൊണ്ടേയിരുന്ന ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതി നിർത്ത് എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടത്തെയുടെ കണ്ണിലേക്ക് നോക്കി, മുഖത്തേക്ക് നോക്കി. ഫഇദൻ ഐനാഹു തദ്രിഫാൻ, അവിടത്തെയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകുന്നത് ഞാൻ കണ്ടു. ദാടി രോമങ്ങളെയും നനയിച്ച് തന്റെ കുപ്പായത്തിലേക്ക് കണ്ണുനീർ തുള്ളികൾ വീഴുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് മുഅ്മിനീങ്ങളെ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരയിപ്പിച്ചത്? തങ്ങളെ എന്തുകൊണ്ടാണ് ഈ ആയത്ത് കരയിപ്പിച്ചത്? ഇന്നലെ നമ്മുടെ തറാവീഹ് നമസ്കാരത്തിൽ ഈ ആയത്ത് ഓതി കേട്ടവരാണ്. ഞാനും നിങ്ങളും എത്ര കരഞ്ഞു. ഇന്നലത്തെ തറാവീഹ് നിസ്കാരത്തിൽ ഈ ആയത്ത് നമ്മൾ ഓതി കേട്ടതാണ്. നമ്മൾ എത്ര ആളുകൾ കരഞ്ഞു. എന്താണ് ഈ ആയത്തിന്റെ പരാമർശം? ആഖിറത്തിന്റെ ഭയാനകതയാണ്, മറ്റൊന്നുമല്ല. അല്ലാഹു പറയുകയാണ്, ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറയുടെ തിരുമുറ്റത്ത് അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം, നൂഹ് നബിയുടെ സമുദായം, ഇദ്രീസ് നബിയുടെ സമുദായം, നൂഹ് നബിയുടെ സമുദായം, മൂസാ നബിയുടെ സമുദായം, ഇങ്ങനെ ഓരോ നബിമാരുടെയും ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷികളെ ഞാൻ കൊണ്ടുവരും അവരുടെ മുന്നിലേക്ക്. വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ, ഇക്കൂട്ടർക്കെതിരെ, അഥവാ ഈ അവസാനം വന്ന ഈ സമൂഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്, ഇക്കൂട്ടർക്കെതിരെ സാക്ഷിയായി നിന്നെയും കൊണ്ടുവരും. അല്ലാഹു പറയുകയാണ്, താങ്കളെയും കൊണ്ടുവരും ഈ സമുദായത്തിന് എതിരെ സാക്ഷിയായി. എന്തായിരിക്കും? ഫകൈഫ ഇദാ ജിനാ, അങ്ങനെ കൊണ്ടുവരുമ്പോ ആ സമയത്ത് അങ്ങയുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു ചോദിക്കുകയാണ്. നോക്കണേ, എല്ലാ സമുദായത്തിലും ഓരോ എതിരായിട്ട് സാക്ഷികളെ ഹാജരാക്കുമ്പോ ഈ ഉമ്മത്തിന്റെ എതിരിലും താങ്കളെ സാക്ഷിയാക്കും. അങ്ങനെ സാക്ഷിയാക്കി കൊണ്ടുവരുമ്പോ എന്തവസ്ഥയായിരിക്കും താങ്കളുടേത്? അല്ലാഹു ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയത്. ഏതാണ് ആ ദിവസമെന്നറിയുമോ മുഅ്മിനീങ്ങളെ? യൗമഇദിൻ യവദ്ദുല്ലദീന കഫറൂ, അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ട് സത്യനിഷേധികളായി ഭൂമി ലോകത്ത് കഴിഞ്ഞുകൂടിയ ആളുകൾ, അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞവർ, അല്ലാഹ് മാത്രമല്ല വേറെയും ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞവർ, ഇങ്ങനെ പല രീതിയിൽ ജീവിച്ച് കഴിഞ്ഞുപോയ സത്യനിഷേധികളായ ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ ആഗ്രഹിച്ചു പോകും. വഅസവർ റസൂല, അതുപോലെ തന്നെ അള്ളാഹുവിനെ അള്ളാഹിന്റെ റസൂലിനെ ധിക്കരിക്കുകയും ചെയ്തവർ അന്ന് വല്ലാതെ കൊതിച്ചു പോകും, അവരാഗ്രഹിച്ചു പോകും. എന്ത്? ലൗ തുസവ്വാ ബിഹിമുൽ അർള്, ഞങ്ങളെ ഈ ഭൂമിയുടെ അടിയിലാക്കി ഭൂമി ഒന്ന് നിരപ്പാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നോക്കണേ, ഈ ആഖിറത്തിന്റെ ഖിയാമത്തിന്റെ ഭയാനകതയൊന്നും കേൾക്കാതെ ഒന്നും കാണാതെ ഈ ഭൂമിയുടെ അടിയിലേക്ക് ഞങ്ങളെ കുഴിച്ചു മൂടിയിട്ട് ഈ ഭൂമി അങ്ങനെ നിരപ്പാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആരാ കൊതിക്കും? ആളെ സത്യനിഷേധികളായ ഓരോ ആളുകളും കൊതിക്കും. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് നടന്ന ആളുകൾ കൊതിക്കും. പരിശുദ്ധമായ റമളാൻ വന്നടഞ്ഞിട്ടും റമളാനിനെ പരിഗണിക്കാതെ മുഖം തിരിച്ച് നടന്ന ആളുകൾ നീണ്ട 11 മാസക്കാലത്തോളം എങ്ങനെ നടന്നു അതുപോലെ തന്നെ
റമദാനിനെയും കഴിച്ചു കടത്തിയ ആളുകൾ, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അവർ നാളെ ഈ ഭയാനകത കണ്ടിട്ട് ഈ ഭൂമിയുടെ അടിയിലേക്ക് ഞങ്ങളെ താഴ്ത്തിയിട്ട് ഭൂമി അങ്ങ് നിരപ്പാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല വലാ യഖ്തുമൂന അല്ലാഹ ഹദീസാ, ഒരു വിവരവും അല്ലാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ അവർക്ക് ആവുകയില്ല. ഒരു വിവരവും പടച്ചവനിൽ നിന്ന് മറച്ചു പിടിക്കാൻ അന്നവർക്ക് ആവുകയില്ല, അവർക്ക് കഴിയുകയില്ല. എല്ലാം തുറന്ന പുസ്തകം പോലെ രേഖപ്പെട്ട് കിടക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന നാളെയുടെ അവസ്ഥയെപ്പറ്റി അള്ളാഹു നമ്മൾക്ക് താലേക്കൂട്ടി പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ മുന്നിലുള്ള നൃത്തം എത്ര ഭയാനകമാണ്! പടച്ചവന്റെ മുന്നിലുള്ള നൃത്തം. പാദനഗ്നരായി വിവസ്ത്രരായി നാളെ മഹ്ശറയുടെ തിരുമുറ്റത്ത് എങ്ങനെയാണോ പിറന്ന പടിയെ റബ്ബിന്റെ മുന്നിൽ ആ നൃത്തം. എന്നിട്ട് അള്ളാഹു ഈ ഉമ്മത്തിന്റെ എതിരിൽ സാക്ഷിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ടുവരുന്നു. ഇത് ഓർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു പോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു മിനിറ്റിന്റെ ആയുസ് എന്ന് പറയുന്നത് നമുക്ക് അല്ലാഹു നൽകിയ ഭാഗ്യമാണ്. അടുത്ത മിനിറ്റ്, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. മെനഞ്ഞാതൊരു വാർത്ത കണ്ടു. 21-കാരൻ ജിമ്മില് അവന്റെ വർക്കൗട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോ മരണം സംഭവിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നോക്കണേ, ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയതാണ്. ജിമ്മിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആള് പടിയാകുന്നു. എത്ര വയസ്സുകാരൻ? ചെറുപ്പക്കാരൻ. ഒന്നും പറയാൻ പറ്റുന്നില്ല. ഭർത്താവിനോടൊപ്പം കിടന്നുറങ്ങുന്ന ഭാര്യ നേരം വെളുത്തപ്പോ കുലുക്കി വിളിച്ചു നോക്കുന്നു, ഭാര്യ വിളിച്ചു നോക്കുന്നു, അനക്കമില്ല. കിടന്നത് ഓർമ്മയുണ്ട്, ഒരുമിച്ചാണ് കിടന്നത്, രാത്രിയാണ് കിടന്നത്. നേരം രാവിലെ കുലുക്കി വിളിക്കുമ്പോ ഭർത്താവിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. മൂക്കിലേക്ക് കൈവടിപ്പിച്ച് നോക്കുമ്പോൾ കാണാം ശ്വാസവുമില്ല. സുബ്ഹാനല്ലാഹ്, ഗ്യാരണ്ടി ഇല്ലാതെ ജീവിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹു തന്ന ചാൻസ് അത് കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി. തീർച്ചയാണ് നാളെ ആഖിറത്തിൽ ഇതുപോലൊരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ. 70ാമത്തെ വയസ്സിലാണ് ഖബറിലേക്ക് നമ്മൾ പോയതെങ്കിൽ ആ 70 വയസ്സ് വരെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ നമ്മൾ മറന്നിട്ടുണ്ടാകും, നമ്മളെ മറപ്പിച്ചിട്ടുണ്ടാകും, നമ്മൾ മറന്നിട്ടുണ്ടാകും, ഓർമ്മയുണ്ടാവും. പക്ഷേ നാളെ അല്ലാഹുവിന്റെ സമക്ഷത്തിലെത്തുമ്പോ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, എന്തെല്ലാം ഈ ഭൂമി ലോകത്ത് വെച്ച് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് നേർക്ക് നേർ കാണാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകും. വലാ യക്തുമൂന അല്ലാഹ ഹദീസാ, അല്ലാഹ്ക്ക് ഒന്നും മറവിയില്ല, ഒന്നും അല്ലാഹ് മറക്കില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും നല്ല നാളെ ആഖിറത്തിന്റെ നല്ല അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ ആയത്ത് മനസ്സിലാക്കി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരയിപ്പിച്ച ആയത്ത് 41-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا يومئذ يود الذين كفروا وعصوا الرسول
لو تسوى بهم الأرض ولا يكتمون الله حديثا. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك. اللهم أعوذ بالله